വേദപുസ്തകം ഒരു അപകടം പിടിച്ച പുസ്തകമാണ്. ഇത് നേരെ ചൊവ്വേ വായിച്ചാൽ അധികം കാലം ജീവിച്ചിരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മൾ പാട്ടൊക്കെ പാടും, യേശുവിനെ പോലാകാൻ. സത്യത്തിൽ നമുക്ക് താല്പര്യമുണ്ടോ യേശുവിനെ പോലാകാൻ? ഉണ്ടോ? യേശുവിൻ വാക്ക് കേൾക്കുവാൻ വെറുതെ പറയുന്നല്ലേ. കാരണം യേശുവിനെ പോലെ ജീവിച്ചാൽ അധികം കാലം ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ എൻ്റെ പട്ടത്ത ശുശ്രൂഷയിൽ 25ാമത്തെ വർഷമാണ്. അപ്പോൾ ചില കൂട്ടുകാരൊക്കെ എൻ്റെ കോളേജിലൊക്കെ പഠിച്ച കൂട്ടുകാർ പറഞ്ഞു 25 ആഘോഷിക്കണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, സത്യത്തിൽ അതൊരു നാണം കെട്ട പരിപാടിയാണ്. കാരണം ഞാൻ ഈ 25 കൊല്ലം ജീവിച്ചു എന്നതിൻ്റെ അത് തന്നെ ഞാൻ യേശുവിനെ പോലെ അല്ല ജീവിച്ചെന്നാണ് എൻ്റെ അർത്ഥം. അത് യേശുവിന് എത്ര ജീവിക്കാൻ പറ്റുള്ളൂ? 3.5 കൊല്ലം. അപ്പോൾ ഞാനൊരു 25 കൊല്ലമായിട്ടും പരിക്കില്ലാതെ ജീവിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താ? ഞാൻ യേശുവിനെ പോലെ ജീവിച്ചില്ലെന്നാണ്. അത് ഞാൻ നാട്ടുകാരോട് പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ കഴിഞ്ഞ 25 കൊല്ലം യേശുവിനെ പോലെ അല്ല ജീവിച്ചെന്ന് നാട്ടുകാരെ എന്തിനറിയും? യേശുവിനെ പോലെ ജീവിക്കാൻ എളുപ്പമൊന്നുമല്ല, പാട്ട് പാടാൻ കൊള്ളാം. ഒറ്റ ദിവസം സത്യസന്ധമായി വേദപുസ്തകം വായിച്ചാൽ നാട്ടുകാർ നമ്മളെ തല്ലിക്കൊല്ലും. തല്ലിക്കൊല്ലുക എന്നുള്ളത് പോസിറ്റീവായ സെൻസിൽ പറഞ്ഞതാണ്. അതാണ് അവർ യേശുവിനോട് ചെയ്തത്. അതുകൊണ്ട് സൗമ്യത, യേശു പറയുന്നു ഞാൻ സൗമ്യതയുള്ളവനാണ്. പക്ഷേ 4 സുവിശേഷങ്ങളിലായി നാം കാണുന്ന യേശുവിന്റെ സൗമ്യത, ചോറുണ്ണാൻ നേരത്ത് മാത്രം വാവിളിക്കുന്ന, ആരുടെയെങ്കിലും കക്ഷത്തിൽ കൊണ്ട് തലവെച്ചു കൊടുക്കുന്ന, ആർക്കും എങ്ങനെയും ഉപയോഗിക്കാൻ കഴിയുന്ന, ആരെന്തു പറഞ്ഞാലും അതെല്ലാം ശരിയെന്ന് പറയുന്ന ഒരു സൗമ്യതയല്ല യേശുവിൽ നാം കാണുന്നത്.